ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ നെക്സ്റ്റ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ ജോലിയില്ല. അപ്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് കുറച്ച് നേരം കലക്കി വെക്കാമെന്ന് ഓർത്തു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് കേട്ടോ. പക്ഷേ ഇന്ന് ചിക്കൻ കറി ഉണ്ട്. ഇന്നലെ നൈറ്റ് ചിക്കനായിരുന്നു. അപ്പോൾ രാത്രി വെച്ച കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ രാവിലത്തേക്കും കൂടി കിട്ടും. എന്നാൽ പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിദ്ധുവിൻ്റെ പണിയാണ് കേട്ടോ. ക്യാമറയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ വരുന്നു. അവനിങ്ങനെ ക്യാമറ കാണുമ്പോഴത്തേനും അതിന് ഫ്രണ്ടിൽ വന്ന് എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയമായിരിക്കും മിക്കവാറും ഇവരെന്താണ് കാണിച്ചത് കാണുന്നത്. ഭയങ്കര കോപ്രായൊക്കെ ചില സമയത്ത് കാണിക്കട്ടെ. ചിലതൊക്കെ ചെയ്യാറുണ്ട്. ചിലതൊക്കെ പിന്നെ നാക്കൊക്കെ നീട്ടി കാണിക്കണമൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്ത് കളയും. അവനിങ്ങനെ ക്യാമറ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അതിന് ഫ്രണ്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യാൻ. അല്ലാതെ ഞാൻ വാ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിളിച്ച് കഴിഞ്ഞാൽ വരത്തേയില്ല. തന്നെ കാണിക്കാനാണ് പുള്ളിക്ക് ഇഷ്ടം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ഗോതമ്പ് ദോശ ആയതുകൊണ്ട് നല്ല എളുപ്പമാണ്. മാവെടുക്കുക, കലക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിള്ളേർ രാവിലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഉപ്പുമാവ് കണ്ണെടുത്താൽ കണ്ടോളാം. ഞാൻ ഗോതമ്പ് ദോശയൊക്കെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷേ ഉപ്പുമാവ് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പുമാവ് കഴിച്ചില്ല. അപ്പോൾ ഒരു ഉപ്പുമാവ് കഴിച്ചു. പിന്നെ ചോദിച്ചപ്പോഴത്തേക്ക് മാളൂന് മാത്രം ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്ക് മാത്രമേ മാവ് കലക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കുള്ളതും ശ്രീകുട്ടനുള്ളതും മാവ് കലക്കുന്നുണ്ട്. അവർ പിന്നെ രാവിലെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഒരു 7-8 മണിയെങ്കിലും ആകുമ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കും. പക്ഷേ എനിക്ക് ആ രാവിലെ സമയത്ത് ഒന്നും ഇറങ്ങില്ല. എനിക്കൊരു 9 മണിയെങ്കിലും കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ളൊരു മൂഡ് വരത്തുള്ളൂ. രാവിലെ എന്നിട്ട് കാപ്പി കുടിച്ചിട്ട് പണിയൊക്കെ തീർത്തിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. അപ്പോൾ കുറച്ച് നേരം മാവ് കലക്കി വെക്കുന്നത് കിട്ടും. മാവ് കുറച്ചൊരു ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ദോശ കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളിരുന്ന് അവിടെ ഭയങ്കര സീരിയസ് കാണിച്ച് കേട്ടോ. ചേട്ടായിയും മാളും എല്ലാവരും കൂടെ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും എൻ്റെ ഫോൺ മേടിച്ച് വെച്ച് അവരിന്ന് കാണുന്നുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്ന് കാണാറില്ല. എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. അല്ലാതെ അങ്ങനെ അധികം സമയം കിട്ടാറില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് വെക്കും. ചിലപ്പോൾ കാണത്തുമില്ല കേട്ടോ, കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. കൊറിയനൊക്കെയാണ് പിന്നെ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. തമിഴ് മലയാളമൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ കേട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും. ചിലപ്പോൾ വീഡിയോസ് ആയിരിക്കും. അങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ സിദ്ധുവിന് ദോശ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ മാള് കഴിക്കുന്നുണ്ടപ്പോഴത്തേനും പിന്നെ അവനും വേണമെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതിനകത്ത് അവനും ഷെയർ ചെയ്തു. ശ്രീകുട്ടൻ പിന്നെ പാത്രമായിട്ട് പോയി. അവന് നിലത്ത് ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അവനെ കസേര കയറ്റിയിരുത്താലും ഞങ്ങൾ ചിലപ്പോൾ ആ ഒരു കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ കയറ്റിയിരുത്തും. എന്നാലും അവന് നിലത്തിരുന്ന് കഴിക്കുന്ന ഇഷ്ടം. അപ്പോൾ അത് എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചോളും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ ആ ഒരു പറമ്പിലെ കിണറിലായിരുന്നു മോട്ടർ വെച്ചിരുന്നത്. അപ്പോൾ നേരത്തെ തൊട്ട് അവിടെ ഇരുന്ന കേട്ടോ. നമ്മൾ താമസം വന്നപ്പോൾ തുടങ്ങി അവിടെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളം നല്ലപോലെ കുറഞ്ഞു കേട്ടോ. അങ്ങ് അടിയിലാവാറായി. അപ്പോൾ നമ്മുടെ കിണർ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് മോട്ടർ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അതിൽ 3-4 പേര് വെള്ളം എടുക്കുന്ന കിണറാണ് കേട്ടോ. നേരത്തെ തുടങ്ങി ഇരുന്നതുകൊണ്ട് നമ്മളവിടെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞങ്ങളത് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ആ പറമ്പിൽ മുഴുവൻ നല്ല പുല്ലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടായി നിൽക്കണ പോലെ തന്നെ അവിടെ പിന്നെ മരങ്ങളുള്ളതുകൊണ്ട് അവിടുത്തെ പുല്ലൊന്നും കരഞ്ഞിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ പിള്ളേർ പിന്നെ അത് കണ്ടപ്പോഴത്തേനും കുറേ നേരം പോയിട്ട് അവിടെ ചാടി കളിക്കായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ സമയം കിട്ടിയില്ല. എന്നെ ചേട്ടായി അസിസ്റ്റൻ്റ് ആക്കിയതുകൊണ്ട് എനിക്കിവിടെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ മോട്ടർ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് എടുത്ത് വെക്കേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറേ വയറും വള്ളിയൊക്കെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരണമായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഞാൻ പണിയെടുക്കാതെ മുങ്ങി കിടക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്ക് നല്ല പണി കിട്ടി. ഇത് കുറേ ദിവസമായിട്ട് മാറ്റി വെക്കണമെന്ന് വിചാരിച്ച കേട്ടോ. പക്ഷെ അല്ലാത്ത ദിവസമൊക്കെ ചേട്ടായി രാത്രി വീട്ടിൽ വരത്തുള്ളൂ. അപ്പോഴത്തേക്കും സമയം കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ രാവിലെ അങ്ങ് ഇറങ്ങി. രാവിലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് പോയി റെസ്റ്റ് എടുക്കാമല്ലോ. ഞാൻ എന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചാലും അന്ന് മുഴുവൻ പണിയായിരിക്കും കേട്ടോ. അപ്പോൾ കിണറിന് തൊട്ട് സൈഡിലായിട്ടൊരു തെങ്ങുണ്ട് കേട്ടോ. അപ്പം ആ തെങ്ങിനിടയ്ക്ക് തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് അതിന് കുറേ ഓലയും മടലും ഒക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ചേട്ടാ ഇതേ ആ ഒരു സാധനത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് അത് റെഡിയാക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പരിപാടികളൊന്നും വലിയധികം അറിയില്ല. പിന്നെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വെള്ളം എടുക്കാനൊക്കെ ആയിട്ട് കൂടുന്നുണ്ട്. അതിനെന്തോ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടാ എന്തൊക്കെയോ കാണിച്ചത് ലാസ്റ്റ് ശരിയാക്കി. എങ്ങനെയൊക്കെ അവസാനം വെള്ളം വന്നു കിട്ടും. പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നു. അപ്പോൾ മെഷീനിലാണ് സാധാരണ അലക്കുന്നത്. പക്ഷേ ചില ഡ്രസ്സൊന്നും ഞാൻ മെഷീനിലിട്ട് അലക്കാറില്ല. ഹാൻഡ് വാഷ് ചെയ്തേ ഉള്ളൂ. അപ്പം കുറച്ച് പുതിയ ഡ്രസ്സുകൾ ഞാൻ ഈ ഇടയ്ക്ക് സർപ്ലസിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ 1 കിലോയ്ക്ക് 888 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടും. നമ്മൾ കുറേ സമയം തപ്പണം. നമ്മൾ ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഷർട്ട്സും അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കിട്ടും. അത് ഞാൻ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന്
വാഷ് ചെയ്തിട്ടേ പിന്നെ എടുത്തുള്ളൂ. അപ്പോൾ വെറുതെ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ട് കുറേ ദിവസം ആയിട്ടു. അപ്പം ഞാൻ ഏകദേശം ഒരു 2 കിലോ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഡ്രസ്സ് കാണിച്ചിട്ടില്ല, കാരണം ഒരു വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എന്തൊക്കെയാണ് വാങ്ങിയതുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടിട്ട് പോയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മാളവിൻ്റെ ഇപ്പോഴത്തെ പരിപാടി ഇതുപോലെ ഇങ്ങനെ ഡാൻസ് കളിക്കാന്നുള്ള എനിക്ക് ഇത്ര നാളൊരു കമ്പനി ഇല്ലായിരുന്നു. ഇപ്പോൾ അവൾ വന്നുകൊണ്ട് പിന്നെ കമ്പനി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞങ്ങളൊരു റീൽസിൽ നിന്ന് തന്നെ ഒരു പാട്ട് ഓൾറെഡി കളിച്ചിട്ട് നോക്കി കളിച്ച് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അവൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അവൾ വീഡിയോ കണ്ട് തന്നെ വേഗം കളിച്ച് പഠിച്ചു. ജസ്റ്റ് ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല, പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഈസി സ്റ്റെപ്സ് ആയിരുന്നു. അപ്പോൾ അവൾക്കും കൂടി കളിക്കാൻ പറ്റുമോ ഞാൻ നോക്കി എടുത്തതാണ്. അപ്പോൾ ഒരേപോലത്തെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഇത്ര നാൾ ഞങ്ങൾ വേറെ വേറെ ഡ്രസ്സുകളായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഒരേപോലെ തയ്ച്ചു. ഞാൻ ഈ ഒരു ഫ്രോക്ക് നേരത്തെ തയ്ച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തുണി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു തുണി ഇങ്ങനെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മാളൂനും കൂടെ തയ്ക്കാമോ എന്ന് ചോദിച്ചപ്പം ചേച്ചി തയ്ച്ചതാണ്, കുറച്ച് ലേസൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടൊരുങ്ങി ആ ഒരു കോംബോ വീഡിയോ നമ്മൾ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തൊരു കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇത് മാളുക്കുട്ടിക്ക് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്ന കുറച്ച് ഗിഫ്റ്റുകളാണ്. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വെച്ചപ്പം. അപ്പോൾ ഇത് സ്ക്രഞ്ച് ടുഗദർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്നാണ്, ഹെയർ ആക്സസറീസിൻ്റെ ഒരു പേജാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും കുറേ കളക്ഷൻ കിട്ടും. നല്ല വെറൈറ്റിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ്. നല്ല ക്യൂട്ടാണ്. കുഞ്ഞുങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ. പ്രത്യേകിച്ച് മാളൂർ നല്ല രസമുണ്ടായിരുന്നു. പണ്ട് ഞാനാണെങ്കിൽ ഹെയർ ബാൻഡിന് റാന്നൊക്കെ കേട്ടോ അവരോട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആകെപ്പാടൊരു കമ്പിയുടേതും അതുപോലെ തന്നെ കമ്പിയിൽ വെള്ളം മുത്തുള്ളത്, കറുത്ത കമ്പിയിൽ വെള്ളം മുത്ത്, പിന്നെ കുറേ കളറിൽ വരുന്ന ഹെയർ ബാൻഡ്സ് അങ്ങനത്തത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ട് എന്തൊക്കെ വെറൈറ്റി കളക്ഷൻസാണ്. ഇപ്പോൾ ബീച്ച് കൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഓറഞ്ച് കളർ ഇത് ഭയങ്കര ട്രെൻഡാണിപ്പോൾ. ഞാൻ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ഇങ്ങനെ കുറേ കാണാറുണ്ട് ഈ സംഭവത്തിൻ്റെ. നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മൾ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ. പിന്നെ ഈ ഒരു ഹെയർ ബാൻഡ് നല്ലപോലെ ഈ ഒരു ഡ്രസ്സിന് ഇത് മാച്ച് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ കുറേ ഇങ്ങനത്തെ ബോസ് ഇതൊക്കെ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ട് ബീച്ചൊക്കെ വെച്ച് കുറേ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിലുണ്ടായിരുന്നതിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഈ ഒരു റെഡ്. അത് വെച്ച് കഴിഞ്ഞപ്പോഴും അത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ, ഒരു പ്രത്യേക ഭംഗി. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഈ ഒരു കളർ നല്ല രസമുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ മുടിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒതുക്കി വെക്കാനും ഒക്കെ നല്ലതാണ്. പണ്ടൊക്കെ സ്കൂളിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും കേട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും തലയിൽ കുത്താലോ. പിന്നെ ഇതിങ്ങനെ ബാക്കിലിടുന്ന ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുന്ന കുട്ടി ക്ലിപ്പാട്ടോ. ഇത് വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കുറേ അടിപൊളി സ്ക്രഞ്ചീസും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ സ്ക്രഞ്ചീസ് ഞാനിങ്ങനെ പതുക്കെ മുക്കാനുള്ള പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഇൻസ്റ്റാ പേജ് ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല അടിപൊളി ഹെയർ ആക്സസറീസ് കിട്ടും. പിന്നെ ഈ ഒരു കയ്യിലിടുന്ന ചെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പേജിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാൻ, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ മാളക്കുട്ടി അതൊക്കെ ഇട്ട് ഒരുങ്ങി ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടന് ഭയങ്കര ആഗ്രഹം ചേച്ചിയുടെ കാതിൽ കിടന്ന കമ്മലെടുത്തിട്ടിട്ട് സുന്ദരി പെണ്ണായിട്ടോട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. സുന്ദരിയാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിക്കും നമ്മൾ. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ നിർത്തി ചിരിപ്പിച്ച് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലാണ് ഇടാറുള്ളത്. അപ്പോൾ ഇൻസ്റ്റയുള്ളവർ എന്തായാലും ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റയുടെ പേജ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം മിക്കവാറും എൻ്റെ സ്റ്റോറീസ് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആദ്യം ഇൻസ്റ്റയിലായിരിക്കും ഇടുന്നത്. കാരണം നമുക്ക് നേരത്തെ യൂട്യൂബിൽ ഇടാനായിട്ട് യൂട്യൂബ് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അപ്ഡേഷൻ ഇടാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ പോയിട്ട് അവിടെ നിന്നും ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് പിന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം ഏത് പാട്ടായിരിക്കും ചെയ്തത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു മലയാള സോങ്ങാണ്. ട്രെൻഡിങ് ഒന്നും അല്ല, നേരത്തെ ട്രെൻഡിങ് ആയിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ റാൻഡായിട്ട് പിക്ക് ചെയ്തതാണ് അവൾക്കും കൂടെ കളിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇതാ പിള്ളേരോട് ആനിക്കവിള പറക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിലേക്ക് ഇത് പഴുത്ത സാധനം കുറേ കഴിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാലം ഇതൊക്കെ കണ്ടിട്ട്, പക്ഷേ ഇതെല്ലാം ഉണങ്ങിപ്പോയതാട്ടോ, ഒന്നും പഴുത്തതല്ല. സീസണാണോ എനിക്കറിയില്ല. സീസൺ ആവുന്ന സമയത്ത് വഴി ഫുള്ളുണ്ടാവും. മഴക്കാലത്താണ് തോന്നി ഈ സാധനം ഉണ്ടാവണേ. ഈ ഒരു സമയത്ത് എനിക്കറിയില്ല കേട്ടോ ഇത് ഉണ്ടാവണ സമയമാണോ എന്ന്. എന്നാലും കുറേ അവർക്ക് കിട്ടി, പക്ഷെ ഒന്നും
ഒന്നും തന്നെ മൂത്തതല്ലായിരുന്നു, എല്ലാം ചെറിയതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ മാളു ശ്രീകുട്ടനും പോയിട്ട് അവിടെ ഭയങ്കര ഡാൻസ്. ഞാനവിടെ വന്നപ്പോഴത്തേനും ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഇവൻ കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വഴിയിൽ അങ്ങനെ വലിയധികം വണ്ടിയൊന്നും പോകത്തില്ല കേട്ടോ, ഞങ്ങൾ പിന്നെ എപ്പോഴും കൂടെ നിൽക്കും. അവിടെ കുറച്ച് നേരം അവിടെ കിടന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് പിന്നെ കയറി വന്നു. അപ്പോഴത്തേക്കും പപ്പ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചു. കുഞ്ഞു കോണ് കിട്ടും, ഇപ്പോൾ 10 രൂപയ്ക്ക്. അങ്ങനത്തെ കോണാട്ടോ ഇത്. വായിലിട്ടൊന്ന് ആസ്വദിച്ച് വരുമ്പോഴത്തേനും സാധനം തീർന്നിട്ടുണ്ടാവും. കുറച്ചേ ഉള്ളൂ കേട്ടോ. വെളിയിൽ കുറച്ച് ഐസ്ക്രീമും പിന്നെ താഴെ ആ ഒരു കോണിലും കുറച്ച് ഐസ്ക്രീമും അത്രയേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു കേട്ടോ. അഭിജിത്ത് പണ്ട് ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നതാണ്. കുറേ പേര് പട്ടത്തെ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവനിപ്പോൾ UK ലാട്ടോ. പോയിട്ട് ഇപ്പോൾ 1-2 വർഷമൊക്കെ ആവാറായി. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ വിളിക്കും കേട്ടോ. പിന്നെ ചിന്നു ആണെങ്കിൽ ഇപ്പോൾ കാനഡയിലാണ്. അവളും ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാത്രിയാകുമ്പം അവിടെ പകലാണ്. ഏകദേശം ഒരു 12-12.5 മണിക്കൂർ വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര പാടാം. ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴായിരിക്കും അവൾ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും അവൾ ഉറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടിട്ട് ഞങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജേ കാണുന്നത്. വിളിക്കൽ ഭയങ്കര പാടാം. ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയമൊക്കെ ആയിരിക്കും അവൾക്ക് ഫ്രീ ടൈം. അതുകൊണ്ട് എനിക്ക് ചിന്നുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയൊക്കെ ആയി ഒരു 5-6 മാസത്തിന് അവളങ്ങ് പോയി. അതും ഞങ്ങൾ നല്ല ക്ലോസ് ആയ സമയത്താണ് അവൾ പോയത്. ആദ്യമായിട്ടാട്ടോ എൻ്റെ ഒരു കൂട്ടുകാർ അങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയി. ഞാനൊരു ഭയങ്കര ലോങ് ഡിസ്റ്റൻസിലേക്ക് വരുന്നതും. കാനഡ എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ അപ്പുറമാണ്. രാവും പകലും വ്യത്യാസമുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളത് അവളെ തന്നെ കേട്ടോ. നമുക്കിങ്ങനെ കാണണമെന്ന് വിചാരിക്കുമ്പം ഒരിക്കലും കാണാനും പറ്റത്തില്ലല്ലോ. അടുത്ത ജില്ലയ്ക്ക് ആണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയി വരാതെങ്കിലും വിചാരിക്കാം. എൻ്റെ എല്ലാ ഫ്രണ്ട്സും ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ എപ്പോഴും ഈ ഒരു കഷ്ടകാലമാണ്. അവൾ ഏറ്റവും ക്ലോസിലുണ്ടായിരുന്ന ആൾ അവളങ്ങ് ലോങ്ങിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ പലഹാരമൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ പോയിട്ട് കുളിച്ചിട്ട് വന്നു. സാധാരണ ദിവസം പപ്പായി ചേട്ടൻ ഒന്നും മേടിച്ചുകൊണ്ട് വരത്തില്ല. ഇന്ന് 2 ആളും ഒരുപോലെ പലഹാരം മേടിച്ചുകൊണ്ട് കുറേ തിന്നാനുണ്ടായിരുന്നു. മേടിച്ചുകൊണ്ട് വരാത്ത ദിവസം 2 ആളും വാങ്ങത്തില്ല. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ മനത്തോട്ട് നോക്കിയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കസിനും അവൻ്റെ കൂട്ടുകാരനും കൂടെ വന്നു കേട്ടോ. 2 അനിയന്മാരാണ്. അപ്പോൾ അവർ എനിക്കൊരു ബാഗ് തരാൻ വേണ്ടി വന്നു കേട്ടോ. എനിക്ക് അടുത്ത ദിവസം ഒരു യാത്രയുണ്ട്. അപ്പോൾ എൻ്റെ ബാഗ് ജർഷ വീട്ടിൽ കൊണ്ടേ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാനത് കൊണ്ടു തരാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും അനിയന് വരാൻ സമയമില്ലാത്തതുകൊണ്ട് അഭി വന്നു കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ വേറൊരു ബാഗൊക്കെ എടുത്തുകൊണ്ടാണ് ഇവന്മാർ വന്നേക്കുന്നത്. ഇതല്ല ഞാൻ പറഞ്ഞ ബാഗ്. പിന്നെ ഒരു ബാഗ് കിട്ടിയതുകൊണ്ട് ഏതെങ്കിലും ഒരു ബാഗും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ആ ബാഗ് മേടിച്ച് വെച്ചു. ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ ബാഗ് വേറെ കേട്ടോ. ഇവന്മാർ കൈ കിട്ടി ഏതോ ഒരു ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റായി. ഒരു 9-9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പേ ആയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ കുളിക്കാൻ കയറിയപ്പോഴാണ് ഒരുത്തരെ വിളിക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു സമയം 8:30 കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കി വെച്ചില്ല കേട്ടോ. പേര് വന്നപ്പോഴത്തേക്കും കഴിക്കാനും ഒന്നും കൊടുക്കാനില്ലായിരുന്നു. അത്രയും ലേറ്റായിട്ട് ഇവിടെ വരെ കൊണ്ടു തന്നല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ശ്രീകുട്ടനാണെങ്കിൽ തന്നെ ഇവിടെ ഇരുന്ന് വണ്ടിയൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. ഇവിടുത്തെ ഉത്സവത്തിന് വാങ്ങി നാട്ടും കളിപ്പാട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉത്സവത്തിന് പോയി കുറച്ച് സാധനം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു ക്യൂബ് സെറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ കൊടുത്തില്ല. ഇപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് കളിച്ച് തീർക്കട്ടെ. ഓൾറെഡി ഫോണിൻ്റെ കണ്ണൊക്കെ കുത്തി പൊട്ടിച്ച്. അപ്പം അത് തീർന്ന് കഴിയുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പിള്ളേർ വേഗം തന്നെ അവരുമായിട്ട് കൂട്ടായിട്ട് അതേ ശ്രീകുട്ടൻ മടിയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. സാധാരണ ആരുമായിട്ട് അങ്ങനെ പെട്ടെന്ന് കമ്പനിയൊന്നും ആവത്തില്ല. എന്നെ പറ്റി നിറത്തില്ല. അതിന് കട്ടപ്പത്തിനും പെട്ടെന്ന് മടിയിലൊക്കെ ഇങ്ങ് കയറിയിരുന്നു. ഞാൻ ആര് വീട്ടിൽ വന്നാലും ആരും തന്നെ പിള്ളേരെ കൊണ്ട് ഇത് മാമ എന്മാമ എന്ന് വിളിച്ചേ എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്നെ ആൻറ്റീന്ന് വിളിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. എന്നെ ഇപ്പോഴും ശ്രീകുട്ടൻ മുക്കുച്ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞാൻ പറയാം വിളിച്ച് എനിക്ക് ചേച്ചിന്നൊക്കെ വിളിക്കുന്നതൊക്കെ ഭയങ്കര ആനന്ദമാണ്. നമ്മളിങ്ങനെ പ്രായമായാലും പിള്ളേർ നമ്മളിങ്ങനെ ചേച്ചീന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും എന്തൊരാശ്വാസം. എന്നെ ഇവർ 3 ആൾ ആൻറ്റീന്ന് വിളിക്കത്തില്ല കേട്ടോ. ചേട്ടായിനെയും മാമ എന്നല്ല വിളിക്കുന്നത്, ലുട്ടാപ്പി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടും. പിന്നെ നല്ല രസമാണ് പിള്ളേരങ്ങനെ പ്രത്യേക പേരൊക്കെ വിളിക്കുന്നത് കേൾക്കാൻ. ഇങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ ആൻറ്റി എങ്കിളത്തൊക്കെ വിളിക്കുന്നത് കേൾക്കാണ്ട് വേറെ എന്തെങ്കിലും അവർ വിളിക്കുമ്പോൾ അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് കുഞ്ഞിലേ മുതൽ മാളും അങ്ങനെ വിളിച്ച് ശീലിച്ച് മാളുവിനെ കണ്ട് സിദ്ധു പഠിച്ചു, സിദ്ധുവിനെ കണ്ട് ശ്രീകുട്ടനും പഠിച്ചു. അപ്പോൾ അവർ വിളിച്ചോട്ടെ, അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളപ്പം അത് മാറണം തോന്നുമ്പം അവർ മാറിക്കോളും. ഞങ്ങളായിട്ട് അങ്ങനെയൊന്നും ഇങ്ങനെ വിളിക്കണം അങ്ങനെയൊന്നും ഞങ്ങൾ പറയാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അയ്യപ്പാസിലാട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം ചിക്കൻ കാന്താരിയൊക്കെ പ്രതീക്ഷ എന്നാണ്. അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ സമയത്തൊക്കെ കിട്ടുന്നതാണ്, പക്ഷെ നല്ല തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈയും വാങ്ങി, പൊറോട്ടയും വാങ്ങി. കുറേ നാൾ കൂടിയിട്ട് പൊറോട്ടയൊക്കെ കഴിക്കുന്നത്
അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് കുറച്ച് സാധനവും വാങ്ങി. അയ്യപ്പാസിൽ എന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ കയറി എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങും കേട്ടോ. മിക്കവാറും ഞാനിങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും എൻ്റെ ഷോപ്പിംഗ്. ഇപ്പോൾ പുറത്തങ്ങനെ പോകാറില്ല, കരാട്ടെ ക്ലാസ്സിൽ മാത്രമേ പുറത്തങ്ങനെ ഇറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ആഴ്ചയിലൊന്നൊക്കെ ആയിരിക്കും മിക്കവാറും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കാനായിട്ട് ഷോപ്പിങ്ങിന് ഇങ്ങനെ ഒരു ദിവസം ഇറങ്ങും. അപ്പോൾ അവന്മാർ സ്കൂട്ടറിലാട്ടോ വന്നത്. അതുകൊണ്ട് പിന്നെ കവർ പിന്നെ അവരുടെ കൊടുത്തു. അതാകുമ്പോൾ ഫ്രണ്ടിൽ തൂക്കിയിടാമല്ലോ. അപ്പോൾ ഞാൻ ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കുപ്പി മാത്രം ഞാനിങ്ങനെ എടുത്ത് വെച്ചു. അവർക്ക് വേറൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു വിട്ടു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് അവന്മാർക്ക് എൻ്റെ പഴയ ട്രൈപോഡ് കൊടുത്തു വിട്ടു കേട്ടോ. അത് കുറച്ച് ഡാമേജും കംപ്ലൈൻറ്റും ഒക്കെ വന്നു. അപ്പോൾ ഞാൻ ആക്രിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. ലൈറ്റിന് പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ ആ ഒരു സ്റ്റാൻഡിന് കുറച്ച് ബലം കുറവാണ്. അപ്പോൾ പിന്നെ അവരെന്തെങ്കിലും റൂമിൽ ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്ത് വെക്കുന്നതായതുകൊണ്ട് അവരോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും സ്കൂട്ടറിനാണല്ലോ, രണ്ടാളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും പിന്നെ പിള്ളേർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോഴത്തേക്കും ഏകദേശം ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ചെന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടാണ് ചിക്കനൊക്കെ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.